ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ പേര് വിപിൻ. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് എന്ത് ഈ ലഹരി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഒരാളെ അതിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെന്താണ്, അവരെ ഫ്രണ്ട്സിനെ കൊണ്ടുവരും, അങ്ങനെ ചെയ്യാനായിട്ട് പോകും. ഈ കമ്പനികൾക്ക് എന്താണ് കോടികൾ ലാഭം. നമുക്കറിയാം ഈ മെയ് 21 പുകയില വിരുദ്ധദിനായിരുന്നു. നിക്കോട്ടിൻ കമ്പനികളൊക്കെ കോടികൾ കുഴിയുമ്പോൾ നമ്മുടെ കലാലയങ്ങളിൽ പോലും പല കുട്ടികളും ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാതെ പുകവലിയിലേക്ക് പോകുന്നു, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. അതുവഴി അവരുടെ കൂട്ടുകാരെ കൂടി അതിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ട്രാപ്പാണ്. അപ്പൊ കൃത്യമായിട്ട് കോടികളുടെ വരുമാനം ഉണ്ടാകുന്നത് ഈ നിക്കോട്ടിൻ കമ്പനികൾക്കാണ്. നിങ്ങൾക്കെന്താ നഷ്ടപ്പെടുന്നത്? ഇത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ മാനസികാരോഗ്യം, അവരുടെ പഠിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്ത്, ഈ കാര്യങ്ങളൊക്കെ നഷ്ടം. എനിക്ക് ആദ്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്തൊക്കെയായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളുടെ പിന്നിലുള്ള കാരണങ്ങൾ? കാരണം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോഴേ ഭാവിയിൽ ലഹരി ഉപയോഗിക്കാത്ത നല്ലൊരു വിദ്യാർത്ഥിയായിട്ട്, നല്ലൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും. ലഹരി ഉപയോഗിക്കാത്ത ഒരാളാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലഹരി ഉപയോഗിക്കാത്ത ഒരാളാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുന്ന, നന്നായിട്ട് സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന, നന്നായിട്ട് കുടുംബം നോക്കുന്ന നല്ലൊരു പൗരനും പൗരയുമായിട്ട് മാറുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. നല്ലതായിട്ടാണ് തോന്നുന്നത്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ അവർക്ക് തെറ്റാണോ ചെയ്യുന്നൊരു തോന്നൽ അറിയുന്നത്. ജോബിന്റെ ഉത്തരവാദിത്തം അത് ഒരു കുട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്തൊരാളും കൂടി അത് കൂട്ടുക, അടുത്തൊരാളും കൂടി അത് കൊടുക്കുക. ഇഗ്നോറൻസ് അത്യാവശ്യം കിട്ടാതാവുമ്പോൾ സന്തോഷം കണ്ടെത്തുന്ന രണ്ട് തരത്തിലാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതൊരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണ്, ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ളൊരു അറിവ് അവർക്ക് ലഭിക്കുന്നില്ല. രണ്ടാമത്, അവരുടെ കൂട്ടുകെട്ടുകളാണ് പ്രധാനപ്പെട്ട കാരണം. ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുമായിട്ടുള്ള സോഷ്യൽ മീഡിയ കാരണം കുറെ കുട്ടികൾ വഴിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കാർ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഓരോക്ക് എന്താണത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് ശീലമായിട്ട് അഡിക്ഷനായി. ഫ്രണ്ട്ഷിപ്പ് അത് നമ്മള് പാരൻസ് കൂടെ അറിഞ്ഞിരിക്കണം. കുട്ടികളെ ഫ്രണ്ട്സും കാര്യങ്ങളും അവരുടെ സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടെ അറിഞ്ഞിരിക്കണം. നമ്മളെ വീട്ടിൽ നിന്നുള്ള കുട്ടികളായിട്ടുള്ള 2-3 സംഭവങ്ങൾ പറഞ്ഞല്ലോ. പെൺകുട്ടികൾ വീട് വിട്ടു പോകുന്നു, കൊല്ലുന്നു, ഡ്രഗ്സ് ഉപയോഗിക്കുന്നു. അതൊക്കെ ബേസിക്കലി എനിക്ക് തോന്നുന്നത് മാതാപിതാക്കളുടെ ശിക്ഷണത്തെ അതൊരു ശിക്ഷയായിട്ട് കാണുന്നത് കൊണ്ടല്ലേ എന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ട് കൂട്ടരുത്, കഴിക്കുന്ന അനാവശ്യമായിട്ട് വാങ്ങിച്ച് കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് കുട്ടികളോടുള്ള വൈരാഗ്യമായിട്ട് അവർ കണക്കിലെടുക്കുന്നത് കൊണ്ട് പേരൻസിനോട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട്, മുതിർന്നവരോട് കുട്ടികളുടെ മനസ്സിലൊരു വിദ്വേഷം തോന്നുകയും അവർക്ക് ആ സ്ഥലത്ത് നിന്ന് ഓടി ഒലിച്ചു പോകാനുള്ള ഒരു ഇതിനേക്കാൾ ബെറ്ററായ ഒരു നല്ല ലോകമുണ്ടെന്ന് തെറ്റിദ്ധരിച്ച്, കുടുംബമാണ് ഏറ്റവും മോശമായ സ്ഥലം എന്ന് തെറ്റിദ്ധരിച്ച് കുഞ്ഞുങ്ങൾ വീട് വിട്ടു പോകുന്നു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Is referred to as World Drug Day. It is commemorated worldwide on 26 June every year. Yes, today is Anti-Drug Day. It aims to attain global support to get rid of drug abuse from the world. The evidence is clear. Invest in prevention is the theme of this year. The theme highlights the need for people to get aware of drug abuse and remain away from the habit. India has enforced certain laws and rules to tackle this issue. So we should say no to drug consumption and help our family and nation to grow. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ,
ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ശാന്തിയല്ല സ്വർഗമല്ല ലഹരി മരണ കെണിയത്, തിന്മകൾക്ക് ജന്മമേകും നരക ദുരിത വഴിയത്. ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ലഹരി തിന്ന് മരണവക്കിലെത്തിയത്ര കൂട്ടുകാർ, ജീവൻ നൽകി പോരടിക്കും അവരെ മോചനത്തിന്. ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ലഹരി തീർത്ത കണ്ണുനീരിൽ കഴിയും രക്ഷിതാക്കളെ, ഉറപ്പു തന്നിടാൻ തൊടില്ലൊരിക്കലും ലഹരിയെ. ഒരിക്കലല്ലൊരിക്കലും തൊടില്ല ഞാൻ ലഹരിയെ, ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ. ഉറപ്പു ഞാൻ പറഞ്ഞിടുന്നിതായിരങ്ങൾ സാക്ഷിയെ.